തെരുവുനായ ശല്യം പരിഹരിക്കാത്തതിൽ പ്രതിഷേധം. കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ കേരള ജനമൈത്രി വികസന സമിതിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. നായയുടെ കോലം കെട്ടി തെരുവു നാടകം അവതരിപ്പിച്ചായിരുന്നു പ്രതിഷേധം. മനുഷ്യജീവനെയാണോ അവർ വലർപ്പിക്കുന്നത്, അതോ പട്ടികളെയാണോ? മനുഷ്യർ പട്ടികളാണോ എന്നാണോ ഇവരൊക്കെ കരുതുന്നത്? കഴിഞ്ഞ ഒരു മാസത്തിനിടെ 13ഓളം പേർക്കാണ് കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് സമീപം തെരുവുനായിയുടെ കടിയേറ്റത്. ഈ സാഹചര്യത്തിലാണ് കേരള ജനമൈത്രി വികസന സമിതി വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. നായയുടെ കോലം കെട്ടി തെരുവുനാടകം അവതരിപ്പിച്ചായിരുന്നു പ്രതിഷേധം. സമിതി ചെയർമാൻ നജീം കുളങ്ങര തെരുവുനാടകത്തിന് നേതൃത്വം നൽകി. CR മഹേഷ് MLA പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം തേവലക്കര ബക്കർ ഉദ്ഘാടനം ചെയ്തു. ഏറെ ദിവസങ്ങളായി നടന്നുവരുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ അതിദാരുണമാണ്. ഒരു കൂലിപ്പണിക്കാരന്റെ ദേഹത്ത് ഈ നായ്ക്കൾ വന്ന് കടിക്കുകയും വസ്ത്രങ്ങൾ കീറുകയും ചെയ്ത സാഹചര്യം അത്ര ചെറുതായ സംഭവമല്ല. പക്ഷേ ഈ കാര്യത്തിൽ നമ്മുടെ സുപ്രീം കോടതിയും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്? മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതാണ്ട് 27 സഹോദരങ്ങളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഏറെ ദിവസങ്ങളായി സിവിൽ സ്റ്റേഷൻ, കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരിസരത്ത് നടക്കുന്നത്. നമ്മുടെ നിയമനിർമ്മാണം മാറ്റിയെഴുതി ഇതിന് പരിഹാരം ഉണ്ടാകണം. ടൈറ്റസ് കടമ്പാട്ട്, ഷാജി പാപ്പൻ, ബദരിയ ഷാജഹാൻ, വിമൽ, അജ്മൽ, വിഷ്ണു, റഫീഖ വള്ളികുന്നം, നൌഷാദ്, അപ്പു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.